ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ വളരെ വീക്കായിട്ട് ഓപ്പൺ ചെയ്ത മാർക്കറ്റ്. ഡൗ ജോൺസ് ഓപ്പണിംഗ് തന്നെ 1100 ആയിരുന്നു താഴെ പോയത്. ആ വളരെ വീക്കായി വന്ന മാർക്കറ്റ് ക്ലോസിംഗ് എത്തിയപ്പോഴത്തേക്കും വീക്ക്നെസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ക്ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം 1100 താഴെ പോയ ഡൗ ജോൺസ് 403 താത്തിയാണ് ക്ലോസ് ചെയ്തത്. കാര്യം 600 തിരിച്ചു പിടിച്ചു എന്ന് പറയാൻ സാധിക്കും. അതിൻ്റെ വലിയൊരു കാര്യം ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ട്വീറ്റാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഹോർമൂസ് കടലൊടുക്ക് വഴി പോകുന്ന എല്ലാ എനർജി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കപ്പലുകൾക്കും അമേരിക്കൻ നേവിയുടെ സപ്പോർട്ടുണ്ട്, നേവിയുടെ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അത് എനർജിയെ അല്ലെങ്കിൽ ഓയിലിൻ്റെ ട്രാൻസ്പോർട്ടേഷനെ ബാധിക്കാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഭയങ്കരമായിട്ട് ചൂട് പിടിച്ച് കയറിയ ക്രൂഡിൻ്റെ പ്രൈസും ഒന്ന് ചെറുതായിട്ടൊന്ന് താഴ്ന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയായിരുന്നു. പക്ഷേ SGX നിഫ്റ്റി ഉണ്ടായിരുന്നു. SGX നിഫ്റ്റിയും 820 പോയിന്റോളം താന്നു പോയിട്ട് തിരിച്ച് ഒരു ട്രംപിന്റെ ട്വീറ്റിന്റെ പുറത്തായിരിക്കാം, ട്രംപിന്റെ ആ ട്വീറ്റിന്റെ പുറത്തായിരിക്കാം തിരിച്ചൊരു ഡെറോൺ ഫൈൻഡ് പോയിന്റ്സിന്റെ 498 പോയിന്റ് താത്തിയാണ് തിരിച്ച് ഒരു 10-300 പോയിന്റ് കവർ ചെയ്ത് മുകളിലേക്ക് കയറി വന്ന്. ദാറ്റ് മീൻസ് 498 പോയിന്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഇത് രണ്ടുമാണ് ഇന്നലത്തെ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ. ഏഷ്യൻ മാർക്കറ്റ്സ് അക്രോസ് വേൾഡ് ഇന്നലെ ഏഷ്യൻ മാർക്കറ്റ്സ് വളരെ വീക്കായിരുന്നു. സോ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വാറുമായിട്ട് ബന്ധപ്പെട്ട് അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് എല്ലായിടത്തും നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് മാർക്കറ്റ്സിൽ സംഭവിക്കുന്നത്. സോ ഇന്നത്തെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഗ്യാപ് ഡൗൺ വരുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന 15 മിനിറ്റ്സിലെ ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. 15 മിനിറ്റ്സിലെ പാനിക്ക് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ആക്ഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിങ്ങും ഓപ്പണിങ്ങും അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കലാണ്.